അങ്ങനെ നമ്മുടെ വിക്രം അഭിനയിക്കുന്ന വീര ധീര സൂരൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞ് വന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് SU അരുൺ കുമാർ അല്ലേ? കുമാർ തന്നെ കറക്റ്റ് SU അരുൺ കുമാറാണ് ഇത് എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. ഈ പുള്ളിയുടെ കഴിഞ്ഞ പടം എന്ന് പറഞ്ഞാൽ ചിത്തൈ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ കരയിപ്പിച്ചൊരു പടമല്ല. എനിക്ക് കുറേ നാൾക്ക് ശേഷം പണ്ടെങ്ങാണ്ടൊക്കെ ഇതുപോലെ കണ്ട് മറ്റേ വണവണാന്ന് കരഞ്ഞു ഒരു ഏങ്ങി കരഞ്ഞു പോയൊരു പടമാണത്. എൻ്റെ അമ്മ അത് നമുക്കത് എനിക്ക് എന്തുകൊണ്ട് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്കും എൻ്റെ സഹോദരിക്ക് 2 മക്കളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളും അങ്ങനെ ആ പടം കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവൂടാ. അയ്യോ എനിക്ക് ആ ഒരു സീനുണ്ട്, ആ കൊച്ചിനെ തിരിച്ചിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇരുന്ന് പൊട്ടിക്കരയായിരുന്നു. ഓക്കെ, ആ പടം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ പുള്ളിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ പുള്ളിയുടെ ഡയറക്ഷന്. പിന്നെ പുള്ളിയുടെ വേറെ പറയണ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയ് സേതുപതിയുടെ സേതുപതി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഒരു ആവറേജ് പടമാണ്. അപ്പം അതേപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റിയ ഷിബു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചാണ്. പുള്ളിക്കാരി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ആൻഡ് ഷീസ് എ പ്രൊഡ്യൂസർ. ഞാൻ വളരെ റീസെൻ്റ്ലിയാണ് അത് അറിഞ്ഞത്. പുള്ളിക്കാരിയാണ് മുറ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇത് പുള്ളിക്കാരിയുടെ തമിഴ് പടമാണ്. കൊച്ചാണ്, ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചല്ല, ഒരു യങ് ഓൺട്രപ്രണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിക്രം, SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയ്, പിന്നെ പൂർദീപ് രാജ്, ഇവരൊക്കെയാണ് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സുരാജേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മറ്റേ SJ സൂര്യ വളരെ സട്ടിലായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. മറ്റേ ഈ തലവരെ ആ പരിപാടിയൊന്നുമില്ല, വളരെ സട്ടിലായിട്ടാണ് ചെയ്തേക്കുന്നത്. വിക്രത്തിന് നമുക്ക് പറ്റി പറയാം, അത് കുറച്ച് അവസാനം പറയാം. ബാക്കി തുഷാര വിജയനൊക്കെ അത്യാവശ്യം നൈസ് തന്നെയാണ്. മാലാ പാർവതി ഉണ്ട്, പിന്നെ സുരാജേട്ടൻ KSRTC റിയലി നൈസ്. പിന്നെ ഒരുപാട് അല്ലാതെ കുറച്ച് കാസ്റ്റിങ്ങിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫി തെനി ഈശ്വർ അടിപൊളി. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റാണ്, ഒരു രാത്രി നടക്കുന്ന പരിപാടിയാണ് ഈ സിനിമ മൊത്തം കാണിക്കുന്നത്. ആ ഒരു നൈറ്റിൽ ഇത്രയും ഗംഭീരമായിട്ടൊക്കെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഫ്രെയിമിംഗ് ഒക്കെ ചെയ്ത് അത് സൂപ്പർബായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അതിൽ ഒരു 1 ഷോട്ട് ഒരു സീനുണ്ട്, ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുന്ന സമയത്ത് ഒരു 16-15 മിനിറ്റോളം പോകുന്ന ഒരു 1 ഷോട്ട്. അതിൽ സുരാജേട്ടനും ഈ ക്യാമറാമാനും ബാക്കിയുള്ളവരൊക്കെ ചെയ്തേക്കുന്ന ഒരു പണി, ഡയറക്ടറിൻ്റെ ഒരു കഴിവ്, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ എഡിറ്റഡ് ബൈ പ്രസന്ന GK. പിന്നെ GVP ആണ് പാട്ട്, അടിപൊളി മ്യൂസിക്. ഇതിൽ ഇൻ്റർവെല്ലിന് മുന്നേ ആയിട്ട് വിക്രമിൻ്റെ ഒരു സാധനമുണ്ട്, അതിലൊരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, പൊളിയാണ്. അതേപോലെ സെക്കൻഡ് ഹാഫിലൊക്കെ കുറേ സാധനങ്ങൾ കിഡിലാണ്. മ്യൂസിക് GVP വേറെ ലെവലാണ്. എന്തിനാണെങ്കിലും പടം ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട്. അതാണ് എനിക്ക് ആകെ ഇതിലൊരു പോരായ്മയായിട്ട് തോന്നിയൊരു സാധനം. ബിക്കോസ് ഭയങ്കര ലെങ്ത് കൂടിപ്പോയി. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരു കണ്ടിന്യൂറ്റി അടി ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് സിനിമയിൽ തോന്നും. ഒരു പോയിൻ്റൊക്കെ എത്തുമ്പോൾ ഇത് തീരുന്നില്ലേ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ വിക്രമിൻ്റെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കുകയാടെ, എന്നാ മനുഷ്യനാടെ അത്, എന്തോന്ന് അഭിനയോടെ അത്. അവസാനമൊക്കെ ഒരു സാധനം ഉണ്ടടാ, എൻ്റെ അമ്മ പുള്ളി. അത് സിനിമയിൽ ആ ഒരു പോർഷനുണ്ട്, പുള്ളിയെ എടുത്തിട്ടിങ്ങനെ അലക്കുകയാണ് എല്ലാം കൂടെ. എന്നിട്ട് പുള്ളി എണീറ്റിട്ടൊരു സാധനമുണ്ട്. അതേപോലെ മറ്റേ പടമില്ലേ പൊന്നിയിൻ സെൽവം, അതിൽ മറ്റേ കുതിരപ്പുറത്ത് നിന്നിട്ടുള്ളൊരു പുള്ളിയുടെ ഒരു പ്രകടനമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും ഒരു കുതിരയെ വെച്ച് കൺട്രോൾ ചെയ്ത് അഭിനയിക്കണമായിരുന്നു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലുമൊക്കെ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ആ സീൻ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ മറ്റേ ഐശ്വര്യറായി ഇങ്ങനെ നിൽക്കുന്നു, പുള്ളി ഇങ്ങനെ മറ്റേ കുതിരയും കൺട്രോൾ ചെയ്ത് വല്ലാത്തൊരു നടൻ തന്നെടേ. എൻ്റെ ഈ പടത്തിൽ പുള്ളിയുടെ ഒരു ഫൈറ്റ് പരിപാടിയും പുള്ളിയുടെ കുറേ സീനൊക്കെ ഉണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ, അതൊക്കെ സൂപ്പർ പടമൊക്കെ. എന്താ പറയുക, ഒരു ഭയങ്കര പടമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിക്രം ഫാൻസിന് ആഘോഷിക്കാനുള്ള സകല സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. കിട്ടില്ല, പുള്ളി ഒരു രക്ഷയില്ല. ഇജാതി പെർഫോമറുടെ അതിലൊരു ചെറിയ സീനുണ്ട്, അത് അബദ്ധത്തിൽ വീണയാണെന്നുണ്ട്. പുള്ളി ഇങ്ങനെ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ M80 അത് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വിടുമ്പം ഈ ഫോൺ കറക്റ്റ് ഒന്ന് പോക്കറ്റിരിക്കും. അത് ഫ്ലൂക്കിനടിച്ചാണെന്നൊന്നും എനിക്കറിയണം, ഈ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു സൂപ്പർ സാധനമായിരുന്നു. അതേപോലെ ഇവരെ ഒരു റൊമാൻറ്റിക് ആംഗിളൊക്കെ ഉണ്ട്, ഈ ഭാര്യയും ഭർത്താവിൻ്റെയൊക്കെ കുറേ സാധനങ്ങളും അങ്ങനെയൊക്കെ
പിന്നെ യവൻ മറ്റേതാണ്, ഇതൊരു നാടൻ ജോൺ വിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്, അത് വേറെ കേസ്, അത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ സിനിമ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ ഒരു പ്രീക്വലാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതായത് ഇവരാരാണെന്നും പുള്ളിയുടെ ഒരു പരിപാടി എന്താണെന്നും കാളി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നൊക്കെ ഇരിക്കണം. ബട്ട് അത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഇല്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് നൈസ്. ഇതുവരെ കഥയും ബാക്ക് സ്റ്റോറിയും ഒക്കെ അറിയണോ എന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. ഒരു കട്ടപ്പ ബാഹുബലിയെ കൊന്ന് എന്തിനാണെന്നൊക്കെ നമ്മൾ ആലോചിക്കണ പോലത്തെ ഒരു സാധനം ഇതിലില്ല. ഏത് ഫസ്റ്റ് പാർട്ട് കാണാനായിട്ടുള്ളൊരു ത്വര എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ദിസ് ഈസ് എ ഗുഡ് മൂവി. ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ റിയലി ഗുഡ് മൂവി. ഇറ്റ്സ് എ ഗുഡ് വാച്ച്, പ്രൊവൈഡഡ് ദ ലെങ്ത്ത് കുറച്ചൊന്ന് ട്രിമ്മാക്കാമായിരുന്നു. ബാക്കിയുള്ള രീതിയിലൊക്കെ പടം ഒരു രക്ഷയില്ല. പെർഫോമൻസ് ഞാൻ പറയും, വെറുതെ വിക്രമിനെ കണ്ടിങ്ങനെ ഇരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു അടിപൊളി ഔട്ട് ഓഫ് ദ വേൾഡ് കട്ടമാസ് അതല്ല, വെരി ഗുഡ് പടം. പിന്നെ അവസാനമൊക്കെ ട്വിസ്റ്റാണ്, അതൊക്കെ നൈസായിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് മൂവി. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ വന്ന് പറയുക. ഇതാണ് എനിക്ക് വീര ധീര സൂരൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്. ഞാൻ പോകുന്നു. ബൈ ബൈ.